നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ഈ കുട്ടിയെ ഏതെങ്കിലും അങ്ങനെയുള്ള മന്ത്രവാദികളോ ഉസ്താദ്മാരോ അമ്പലത്തിലോ പൂജാരിമാരോ അല്ലെ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളോ ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ കുട്ടി എവിടെ ഉണ്ടെന്നോ അല്ലെ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ആ പോകാനുള്ള ചെലവും അതുപോലെ അവിടുത്തെ ഫീസ് എത്രയെന്നുള്ളോ ഞാൻ തരാം. ദിയ ഫാത്തിമ മോളെ കാണാതായിട്ട് ഏകദേശം 8-10 വർഷമായിട്ടുണ്ട്. ആ ഒരു കുഞ്ഞിനെ കാത്തു നിന്നിട്ട് ഉമ്മറപ്പടിയിൽ ഇപ്പോഴും ഉമ്മ കാത്തിരിപ്പുണ്ട്. നടോടികൾ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാഫിയ കൊണ്ടുപോയതായിരിക്കാം, അതല്ലെങ്കിൽ കൈതത്തോടിൽ ഒലിച്ചു പോയതായിരിക്കാം, തൊട്ടടുത്ത വീട്ടുകാർ തട്ടി മാറ്റിയതായിരിക്കാം. അങ്ങനെ ഒരുപാട് രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിറകിൽ ബ്രെയിൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത് ജുനൈദ് നമ്പിലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ചാർജ് ഏറ്റെടുത്ത് സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഒരു വലിയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ കേസിലേക്ക് വരെ എത്തിക്കാൻ ക്രൈംബ്രാഞ്ചിൽ പോലും എത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാ. പോലീസുകാരെല്ലാവരും മടക്കി ചുരുട്ടിയ ഒരു കേസായിരുന്നു ഇത്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് ഡെഫിനറ്റ്ലി നമ്പിലത്തിൻ്റെ ഒരു മുൻകൈകൾ തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമ്പിലത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യത്തിൽ കോൺട്രവേഴ്ഷ്യൽ ആണോ അല്ലേ നമുക്കറിയില്ല. തൊട്ടടുത്തുള്ള വീട്ടുകാരെ സംശയിക്കുന്ന രീതിയിൽ കുറച്ച് എവിഡൻസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നമ്മൾക്കും എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നിപ്പോവും, അവരാണ് തെറ്റുകാരും തോന്നിപ്പോവും. പക്ഷേ പിന്നീട് അതൊരു പോലീസ് കേസ് ആവുകയും അദ്ദേഹത്തെ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്പിലത്തിന് ഇതിന് പ്രത്യക്ഷത്തിൽ ഇതുമായി പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇദ്ദേഹത്തിനോട്, അതായത് നമ്പിലത്തിനോട് പറഞ്ഞത് പബ്ലിക്കായിട്ട് വന്നിട്ട് മാപ്പ് പറയണം എന്ന് പോലും പറയണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ളത് കാരണം എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ത്രെഡ് മന്ത്രവാദികളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് മന്ത്രവാദികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ദിയ ഫാത്തിമ മോൾ എവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഞാനിപ്പോഴും ചിന്തിക്കുന്നത് ഈ ഒരു സാക്ഷര കേരളത്തിൽ, അതായത് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളെയും അപേക്ഷിച്ച് കേരളത്തിന് സാക്ഷരതാ നിരക്ക് വളരെ കൂടുതലാണ്. ഇത്രയും സാക്ഷരതയുള്ള ഒരു കേരളത്തിനകത്ത് ഇപ്പോഴും ആളുകൾ മന്ത്രവാദികൾ എന്ന് പറഞ്ഞ് ഓടി നടക്കണം. മന്ത്രവാദികളെ പോയി കണ്ടു കഴിഞ്ഞാൽ ദിയ ഫാത്തിമ മോള് എവിടെയുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മളെ ദിയ ഫാത്തിമ മോളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ദിയ ഫാത്തിമയുടെ ഫാമിലി ശരിക്കും ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നോ, മന്ത്രവാദികളെ പോയി കണ്ടിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ജുനൈദ് നമ്പിൽ തന്നെ മറുപടി പറയുന്നുണ്ട്. നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. കുറെ ആളുകൾ എന്നോട് വാട്സപ്പിൽ ഇപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്തല്ല, ഒരുപാട്, അതായത് ഒരാൾ പറയുമ്പോൾ, രണ്ടാൾ പറയുമ്പോൾ, മൂന്നാൾ പറയുമ്പോൾ ഒന്നും ഞാൻ ഇങ്ങനെ എനിക്കൊരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. ഒരുപാട് നൂറുകണക്കിന് ആളുകൾ പറയുമ്പോൾ എല്ലാ മെസ്സേജ് എടുത്ത് നോക്കിയാലും ഈ വിഷയം ഒന്നാ. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മുമ്പ്. വീണ്ടും അവരോട് പറയണേ, ഞാൻ വെല്ലുവിളിക്കുന്നത്, അതായത് അവർ മന്ത്രവാദികളെടുത്ത് ഇന്ന മന്ത്രവാദികളെടുത്ത് പോകണം, ഇന്ന ആളുകളെടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ടാണ് അധികം കമന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അവരോട് പറയുന്നത്, ഇനി പോവാനൊരു സ്ഥലം ബാക്കിയില്ല ഇവര്. ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോയില്, മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർ 10,000 വരെ ഫീസ് മേടിച്ച ആളുകളുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോവാൻ അതിലേറെ ചെലവും. അവിടെ അവര് 10,000 ഒരു സിറ്റിങ്ങിനൊക്കെ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാലോ. അപ്പോ ഈ ആളുകൾ വിളിക്കുന്നതൊക്കെ അധികം ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ കുറച്ച് ആളുകൾ ചാറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ഭയങ്കര മൈൻഡുള്ള ആളുകളുണ്ട്. നമ്മളായിട്ട് അവർ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോ എനിക്ക് എന്റെ കുറെ ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലേ, കാര്യങ്ങളില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറയാം, എന്റെ വിശ്വാസമില്ല. ആ വീട്ടുകാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം, ഇപ്പൊ പലരും പറയുമ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ അവര് പോയതാണ്. ഈ വീഡിയോക്കകത്ത് ജുനൈദ് നമ്പിലത്ത് പറയുന്നുണ്ട്, ദിയ ഫാത്തിമയുടെ ഫാമിലി എല്ലാം പയറ്റിയത്, അവര് മന്ത്രവാദികളുടെ അടുത്തും പോയിട്ടുണ്ട്. പക്ഷെ ഈ മന്ത്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ചൂഷണം ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ, അതല്ലെങ്കിൽ ഒരുപാട് മനുഷ്യന്മാരുടെ വിശ്വാസത്തിൽ അറിയാത്തത്, നമ്മൾക്ക് കാണാൻ കഴിയാത്തത് അറിയുന്നത് ദൈവങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമാണ് അറിയാൻ, നമ്മൾക്ക് കാണാനും അറിയാനും പറ്റാത്തത് അറിയാൻ സാധിക്കുന്നത്. അത് മന്ത്രവാദികളെ ഇടനിലക്കാരായിട്ട് ദൈവം വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അല്ലെങ്കിൽ പടച്ചവൻ അങ്ങനെ ഒരു ഏജൻസിനെ വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പല ആളുകളുടെ വിശ്വാസം പലതായിരിക്കാം. ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ മന്ത്രവാദികളെ ആളുകളെ ചൂഷണം ചെയ്യും. ഒരു ചെറിയ കേസ് പറയാൻ പോലും തന്നെ അവർ 10,000, 1,00,000. ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് എന്താ പറയുക, ഒരു മന്ത്രവാദി ഏകദേശം 1.5 ലക്ഷത്തോളം കാശ് ഒരു ഫാമിലിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച പോലും എനിക്ക് അറിയായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ പല ആളുകളും ഈ ഒരു ഇതിൻ്റെ പേരിൽ, മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ ചുറ്റിലുണ്ടെന്നുള്ള കാര്യം
വളരെ ക്ലിയർ ആണ്. പക്ഷേ നമ്മൾ ചില കുഴികളിൽ വീണ് പോകുമ്പോൾ, അപ്പോൾ ദിയാ ഫാത്തിമയുടെ ഉമ്മയ്ക്കൊന്നും ചിലപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കിട്ടട്ടെ, എൻ്റെ മന്ത്രവാദികളെങ്കിൽ മന്ത്രവാദികൾ എന്നുള്ള രീതിയിൽ അവർ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കാം. എന്താണെങ്കിലും ദിയാ ഫാത്തിമ എന്ന് പറഞ്ഞ കേസും ഈ മന്ത്രവാദികളുടെ ഒരു വിക്ടിമായി മാറി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്പിലത്തിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ളത്. അപ്പം ഇതിൻ്റെ പിറകിൽ ഒരുപാട് ഓടി നടക്കുന്നത് ജുനൈദ് നമ്പിലത്താണല്ലോ. അപ്പം നമ്പിലത്തിനോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ളത്. അപ്പം നമ്പിലത്തിൻ്റെ മറുപടി എന്താ നമുക്ക് കാണാം, തിരിച്ചു വരാം. അപ്പോൾ എനിക്ക് എന്റെ കുറെ ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലേ, കാര്യങ്ങളില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറയാം, എന്റെ വിശ്വാസമില്ല. ആ വീട്ടുകാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം, ഇപ്പൊ പലരും പറയുമ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ അവര് പോയതാണ്. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ മറ്റു വിശ്വസിക്കുന്നവരെ ഞാൻ എതിർക്കാറില്ല. അത് അവരായി അവരുടെ പാടായി. മനസ്സിലായോ? അത് ഓരോരുത്തർക്കും അവനവനവൻ, നിങ്ങൾക്ക് നിങ്ങളൊരു വിശ്വാസം ഉണ്ടാവും, എനിക്ക് എന്റെ ഒരു വിശ്വാസം ഉണ്ടാവും, എന്റെ അപ്പുറത്തിരിക്കണവന് അവന്റെ വിശ്വാസം ഉണ്ടാവും. അതിലൊന്നും നമ്മൾ ഇടപെടരുത്. അതൊക്കെ അവരവരുടെ വിശ്വാസങ്ങളാണ്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ അയാൾ കള്ളുടിക്കുക അല്ലെങ്കിൽ മറ്റുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഉപദേശിക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊരു പക്ഷേ നമുക്ക് ഇടപെടാം. അല്ലാതെ മതപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ നമ്മൾ കയ്യിൽ ഇടപെടാതിരിക്കുക. ഇക്കാര്യത്തിൽ എനിക്ക് നമ്പിലത്തിന്റെ ഒരു വ്യൂ പോയിന്റ് ഭയങ്കര ഇഷ്ടമായിട്ട് വന്ന. നമ്പിലത്ത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ബാക്കിയുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യണം, അവരെ വിശ്വാസം നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പം ദിയാ ഫാത്തിമ മോളുടെ ഫാമിലിക്ക് അങ്ങനെ പോയിട്ടൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ അവരെ കൂടെ നിൽക്കും. അത് അവരുടെ വിശ്വാസമാണ്, അവരതുമായിട്ട് മുന്നോട്ട് പോട്ടെ. പക്ഷെ നമ്പിലത്ത് പറയുന്നത് എനിക്ക് മന്ത്രവാദികളിൽ വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു നമ്പിലത്തിൻ്റെ ആ ഒരു റെസ്പോൺസ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതങ്ങളുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനും അതുപോലെ കുറ്റപ്പെടുത്താനും നിൽക്കരുത്. നമ്മളുടെ ഉള്ളിലുള്ള മതം എന്താണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത് നമ്മൾ അതുമായി മുന്നോട്ട് പോവുക. അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ നമ്മൾ ചെളിവാരി തേക്കാനോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമാണ് കറക്റ്റ്, നിങ്ങളുടെ മോശമാണെന്ന് പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കാനോ പോകരുത്. നമ്മളുടെ ആണ് ശരി നമുക്ക് തോന്നുന്നത്, നമുക്ക് അവരെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിന് അവരെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും മോശമായ രീതിയിൽ കൊണ്ടുപോകരുത് എന്നാണ്. കാരണം ഓരോ മനുഷ്യന്റെ വിശ്വാസം ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ വിശ്വാസമായിരിക്കില്ല ഇത് കേൾക്കുന്ന പല ആളുകളുടെ വിശ്വാസം, എല്ലാ ആളുകളുടെ വിശ്വാസം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, ആ ഒരു വ്യത്യസ്തത നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ലൊരു മനുഷ്യനാവുന്നത്. അപ്പം ഇയാൾ പറയുന്നത്, നമ്പിലത്ത് പറയുന്നത്, നമ്മളെല്ലാ ആളുകളുടെ വിശ്വാസങ്ങളെയും എല്ലാ ആളുകളുടെ എന്താ പറയുക പ്രതീക്ഷകളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന് ഇതിൽ വിശ്വാസമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പല ആളുകൾ പറയുന്നത്, നിങ്ങൾ ദിയാ ഫാത്തിമനെ കിട്ടാൻ വേണ്ടി മന്ത്രവാദികളെ പോയി കാണൂ എന്നൊക്കെ പറഞ്ഞ ദിയാ ഫാത്തിമന്റെ കേസിൽ നമ്പിലത്തിനെ ഭയങ്കരമായിട്ട് ആളുകൾ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പം ഇതിന് നമ്പിലത്തിന് എന്താ പറയാനുള്ളത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ ഈ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് ഈ കുട്ടിയെ ഏതെങ്കിലും അങ്ങനെയുള്ള മന്ത്രവാദികളോ ഉസ്താദ്മാരോ അമ്പലത്തിലോ പൂജാരിമാരോ അല്ലെ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളോ ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നത്, നിങ്ങൾക്ക് ഈ കുട്ടി എവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ആ പോകാനുള്ള ചെലവും അതുപോലെ അവിടുത്തെ ഫീസ് എത്രയെന്നുള്ളോ ഞാൻ തരാം, കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൂ. കാരണം ഇനി പോകാൻ എവിടെയും ബാക്കിയില്ല. ഇതൊക്കെ ഒരു തരം തട്ടിപ്പാണ്. ഇതൊക്കെ ഒരു തരം തട്ടിപ്പ്. അവര് മാല കളവ് പോയി കഴിഞ്ഞാൽ അവിടെ പോകുന്നു, ഉസ്താദ് പറയും അതൊക്കെ അങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് തട്ടിപ്പുകളില് നമ്മളീ പാവ അമ്മമാരൊക്കെ പോയി പെടുന്നതൊക്കെ. നമ്പിലത്ത് വെല്ലുവിളിക്കാണ് എല്ലാ ആളുകളെയും. നിങ്ങൾക്ക് അങ്ങനെ ഒരു മന്ത്രവാദിനെ അല്ലെങ്കിൽ ഒരു പൂജാരിനെ അല്ലെങ്കിൽ ഒരു അമ്പലം, ഒരു പള്ളി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരൂ. അതിന് എന്ത് ചിലവാണ് വേണ്ടെങ്കിലും ഞാൻ എടുക്കാൻ തയ്യാറാണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഇദ്ദേഹം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, CCTV ആണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത്. നമ്മൾ വീടുകളിൽ ദിയാ ഫാത്തിമ മോള് മിസ്സിംഗ് പോലെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ഒരു CCTV വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ചുറ്റിലുള്ള. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ CCTV ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മളെ വീടിന് ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളതിന് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് CCTV ആണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്ന പറയുന്നത് അത്ര വലിയൊരു കേസല്ല. പക്ഷേ പല ആളുകളും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ വീടും നമ്മുടെ വീട്ടുകാരെയൊക്കെ നമുക്ക് സേഫ് ആക്കിയിട്ട് വെക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ മെസ്സേജും കൂടെ നമ്മിലെത്തി ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, ദിയാ ഫാത്തിമ മോളെ പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ആ ഒരു ഉമ്മാക്ക് ഈ ഒരു പെരുന്നാൾ പ്രമാണിച്ച് ഈ ഒരു ഇതിൻ്റെ പുണ്യം കൊണ്ടെങ്കിലും അവർക്ക് മകളെ തിരിച്ചു കിട്ടട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. പെരുന്നാൾ ആകുമ്പോഴത്തേക്കും നല്ലൊരു ഹാപ്പി ന്യൂസ് നമ്മൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചെന്നാൽ ബൈ.